പത്തനംതിട്ടയിലെ റാന്നിക്കടുത്ത് താമസിക്കുന്ന ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ ഷൺമുഖൻ. അയാളും അയാളുടെ ഭാര്യ ലളിതയും അവരുടെ മക്കളോടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങളും മക്കളുമൊത്തുള്ള കുസൃതികളും നാട്ടുകാരുമായുള്ള ചങ്ങാത്തവുമായി അയാളുടെ ജീവിതം അങ്ങനെ പതിയെ മുന്നോട്ട് പോവുകയാണ്. അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി അയാൾ കാണുന്നത് അയാളുടെ കറുത്ത അംബാസിഡർ കാറിനെയാണ്. തൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെയാണ് അയാൾ ആ കാറിനെ കാണുന്നതും അതിനെ പരിപാലിക്കുന്നതും. ആ കാറിനെ കൈ കിട്ടിയാൽ അയാൾക്ക് പ്രാന്താണ്. അപ്പോ അത് നഷ്ടപ്പെട്ടാലോ? ഐ റിപ്പീറ്റ്, അപ്പോ അത് നഷ്ടപ്പെട്ടാലോ? കളിയും ചിരിയുമായി പോയിക്കൊണ്ടിരുന്ന ഷൺമുഖന്റെ ജീവിതം പെട്ടെന്നാണ് മാറി നിറഞ്ഞത്. യാത്രകൾ പോയി തൻ്റെ സുഹൃത്തെന്ന പോലെ തൻ്റെ കാറിനോട് ചിലവഴിച്ചിരുന്ന നല്ല നിമിഷങ്ങൾ അയാൾക്കൊരു ദിവസം അന്യമായി തുടങ്ങി. താൻ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എത്ര തവണ പറഞ്ഞിട്ടും പോലീസുകാർ അത് മനസ്സിലാക്കിയില്ല. അയാളുടെ കാർ പോലീസുകാർ കസ്റ്റഡിയിൽ വെക്കുന്നു. അത് വെറും ഒരു കാറല്ല, തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് എത്ര പറഞ്ഞിട്ടും ആർക്കും മനസ്സിലാവുന്നില്ല. തൻ്റെ കാർ തിരികെ ലഭിക്കാൻ അയാൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. ഒടുവിൽ തനിക്ക് ഈ അവസ്ഥ വരുത്തിയവരെ തിരഞ്ഞ് അയാൾ പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്നും ഷൺമുഖന്റെ പ്രതികാരം തുടങ്ങിയാണ്. അയാൾ വെറും ഒരു ടാക്സി ഡ്രൈവർ ആണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കുറേ വർഷങ്ങൾക്ക് മുൻപ്, അതായത് ലളിത അയാളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് അയാൾ ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും നിങ്ങൾ അറിയണം. വർഷങ്ങൾക്ക് മുൻപ് 80കളിൽ അയാൾ കോടമ്പക്കത്ത് അറിയപ്പെടുന്നൊരു സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു. അതിനുള്ള തെളിവ് അയാളുടെ വീടിൻ്റെ ചുവരിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങളോട് പറയും. ആ ഫോട്ടോ വെറുതെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നില്ല, അയാളുടെ സിനിമയിലുള്ള ബന്ധം അത് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഒരു ആക്ഷൻ സ്റ്റണ്ട് മാസ്റ്റർ എന്തൊക്കെ കാണിക്കുമെന്ന് 25-ാം തീയതി ഷൺമുഖൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ചിലപ്പോൾ ഇതായിരിക്കില്ല തുടരുന്ന സിനിമയുടെ കഥ, പക്ഷേ ഇത് ജസ്റ്റ് ഒരു ഫാൻ തിയറി ആയിട്ട് മാത്രം കണ്ടാൽ മതി. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആകാം എന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക.